ഹലോ ഗൈസ്, ആക്ച്വലി ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് ഇതവിടെ മല്ലു ആണ്. മല്ലു ഫാമിലി ഒരു വീഡിയോ ഇട്ടു. അതിനനുബന്ധമായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ആ പാവത്തുങ്ങൾ എടുത്തു ഏറി കയറ്റി നിങ്ങൾ എന്തുവാ മനുഷ്യരല്ലയോ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ പറഞ്ഞത് അവരുടെ സബ്സ്ക്രൈബർ ലെവലിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. അവരുടെ സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ കള്ളത്തിനൊക്കെ ചതിക്ക് പോഷത്തരത്തിനൊക്കെ കൂട്ടു നിൽക്കുന്ന ഒരു പ്രത്യേക വിഭാഗം മാത്രമാണ് മല്ലു ട്രാവലറിന് സപ്പോർട്ട് ചെയ്യുക. കാരണം കാലങ്ങളായി അവരെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുകയാണ്. ഒന്നും രണ്ടും കാര്യത്തിലല്ല അവരെ പിടിച്ചിട്ടുള്ളൂ, ഒരുപാട് കാര്യങ്ങളിൽ അവർ നമ്മൾ കൈയോടെ പൊക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ തരം ഉടായ്പ അവർ കൊണ്ടുവന്ന് കൊടുത്തെങ്കിൽ അതിലെന്തിനാ അത്ര വിഷമിക്കാതിരിക്കുന്നത്? അത് ഉടായ്പാണെന്ന് മനസ്സിലാക്കാൻ എത്ര നേരം വേണം? എന്നാലും ഈ വിഷയത്തിൽ എനിക്ക് എൻ്റേതായ കുറച്ച് അഭിപ്രായങ്ങളുണ്ട്. BSS ഭാരതീയ സേവാ സമാജക് കൊള്ളാം, നല്ല കാര്യമാണ്. അപ്പോൾ ഇതൊരു ഏജൻസി മാത്രം, ഇറ്റ്സ് ആൻ ഓൺലി ആൻ ഏജൻസി. ഇതൊരു യൂണിവേഴ്സിറ്റിയൊക്കെ ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെ പറ്റിയുള്ള ഭാഗമൊന്നുമില്ല. ഈ സർട്ടിഫിക്കറ്റ് ഫേക്ക് അല്ല, അത് റിയലാണ്. അവിടെ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരത്തി പറയുന്ന കണക്ക് 35,000 രൂപയൊക്കെ കൊടുത്ത് പഠിപ്പിക്കാനുള്ള ഒരു സംഗതി അതിനകത്തില്ല. ഫേക്ക് ഏജൻസികൾ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട്, ഒരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. പലർക്കും പല രീതിയിലുള്ള ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇതാണ് സംഗതി എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന രീതിയിൽ ഒരു വീഡിയോ പുള്ളിക്കാരത്തി ചെയ്തതാണ് ഇപ്പോഴത്തെ ഇഷ്യൂ. തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഭീകരമായ തെറ്റാണ്. കാരണം ഇത്രയധികം സബ്സ്ക്രൈബറുള്ള ഇത്രയധികം പേര്, പ്രത്യേകിച്ച് സാധാരണക്കാരായിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെപ്പോലെ വിമർശനങ്ങൾ പറയുന്നവരോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോ പോലെയല്ല അവരെ പോലുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുന്നത്. അത് ഫാമിലി ഓറിയൻറ്റഡ് പീപ്പിളാണ്. അവർ ഫാമിലിയെ പറ്റി, അവർ ബാത്റൂമിൽ പോയത്, അവർ കുളിച്ചത്, കൊച്ചിനെ കുളിപ്പിച്ചത്, കൊച്ചിനെ അപ്പിയിടിച്ചത്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചെയ്യുമ്പോൾ ബേസിക്കലായിട്ട് വീട്ടമ്മമാരായിരിക്കും അവർക്ക് ഫോളോവറായിട്ടുള്ളത്. അതൊരു ഭയങ്കര ഡേഞ്ചർ സോണാണ്. അങ്ങനെയുള്ള അമ്മമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിപ്പോയി അത് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ BSSൻ്റെ ഒരു ആധികാരികത ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്ന സർട്ടിഫിക്കറ്റൊക്കെ കൊള്ളാം, പക്ഷെ അത് വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിനേക്കാൾ യൂസ്ഫുള്ളായ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയുമായ യൂണിവേഴ്സിറ്റി ഓറിയൻറ്റഡായി വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ചീപ്പ് റേറ്റുമാണ്. ഇപ്പോൾ ഡിഗ്രി എടുക്കുന്നവർക്ക് 7,000 എന്തോ കിട്ടിയാൽ മതി. 1 ഇയർ 7,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷം കൊണ്ട് ഡിഗ്രി കയ്യിൽ കിട്ടും. ഇത് PSC എഴുതാൻ എലിജിബിലിറ്റി ഉള്ള സർട്ടിഫിക്കറ്റാണ്. ഇഗ്നു യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ലെവലിലുള്ളതാണ്. ഇതേ സാധനം സെൻട്രൽ ലെവലിലുള്ളതാണ് ഇഗ്നു. സ്റ്റേറ്റ് ലെവലിലുള്ളത് ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയാണ്. ഇതും ഓൺലൈനിൽ അവൈലബിൾ ആണ്. നമ്മൾ പോകണ്ട, എക്സാമിനേഷൻ മാത്രം കണ്ടക്ട് ചെയ്താൽ മതി. ബാക്കി അവരതിൻ്റെ മെറ്റീരിയൽ അയച്ചു തരും, നമ്മൾ പഠിക്കുക. ഓൺലൈനായിട്ട് നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നതാണ്. ഡിഗ്രി ലെവൽ, PG ലെവൽ, PhD വരെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു നല്ല വശം. വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. ഇതിൽ കൂടെ നമുക്കൊരു തൊഴിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ 100% ഗ്യാരണ്ടിയുമാണ്. ഈ സർട്ടിഫിക്കറ്റൊക്കെ വാലിഡുമാണ്. അത് മനസ്സിലാക്കുക. അതേസമയം ഏജൻസികൾ ഏർപ്പാട് ചെയ്യുന്ന ഒരുപാട് ഫേക്ക് സാധനങ്ങളുണ്ട്. ഇതിലൊന്നും പോയി വീഴാതിരിക്കുക. ഏകദേശം സിമിലർ സാധനം തന്നെയാണ് ഈ BSS. ഫേക്കാണോ എന്ന് വെച്ചാൽ അല്ല, ഏജൻസിയാണ്. പക്ഷേ ഇത് ഒരു കാരണവശാലും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി നിങ്ങൾക്ക് എവിടെയെങ്കിലും തൊഴിൽ കിട്ടുമെന്ന് വെച്ചാൽ കിട്ടും. 8,000, 4,000, 3,000 ഈ റേഷ്യോയിൽ കിട്ടും. ഇതിന് ഇപ്പോൾ TTC പോലുള്ള കോഴ്സുകൾ, നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾ, ഇതൊക്കെ തന്നെ ട്രെയിനിങ് കോഴ്സുകളാണ്. MBBS ഇതൊക്കെ ട്രെയിനിങ് കോഴ്സുകളാണ്. ടെക്നിക്കൽ ജോബ് എന്ന് പറയുന്നത് റിലേറ്റഡ് അല്ല, അത് ടെക്നിക്കലായിട്ട് പഠിക്കുന്നതാണ്. ഇത് ട്രെയിനിങ് ആണ്. ഇതിൻ്റെയൊക്കെ വേരിയേഷൻസും ഇതിൻ്റെയൊക്കെ വ്യത്യസ്തതയും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് പറ്റിക്കപ്പെടാം. TTC എന്തായാലും സ്കൂളുകൾ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. സ്കൂളുകളോട് ചേർന്ന് തന്നെയായിരിക്കും ഇത്തരം കോഴ്സുകൾ അവർ ചെയ്യുക. കൂടെ അവരൊരു ട്രെയിനിങ്ങും കൊടുക്കും. നഴ്സിംഗ് ഇതേപോലെ തന്നെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിരിക്കും. അവിടെയും ഉണ്ടാകും ഇതുപോലെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെക്ഷൻ. MBBS ഡോക്ടേഴ്സിനും അങ്ങനെയുണ്ട്. MBBS എടുത്ത ഉടനെ ഡോക്ടർ ആവത്തില്ല, അതിനുമുണ്ട് ട്രെയിനിങ്. അപ്പം ഇതിനെല്ലാം തന്നെ മാനദണ്ഡങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഈ കോഴ്സ് പഠിച്ച ഉടനെ ഞാൻ ഡിഗ്രി ഹോൾഡർ ആയെന്ന് പറഞ്ഞ് കോട്ടും തൊപ്പിയും കുപ്പിയൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങി ഇന്നുകൊണ്ട് ഒരു ഡാൻസ് കാണിച്ച് കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കും റാങ്കൊക്കെ കിട്ടി എന്തോ ചെയ്യുന്നു. ഇതിനകത്ത് വാഴയ്ക്ക കിട്ടിയിട്ടും കാര്യമില്ല, റാങ്ക് കിട്ടിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇറ്റ്സ് എ വാലിഡ് സർട്ടിഫിക്കറ്റ് ഇടുന്ന് എടുത്തു വയ്ക്കാം. പിന്നെ ഇവരുടെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലു ഫാമിലിയിൽ ഒത്തിരി പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അവർ പല രീതിയിലുള്ള വേഷപോഷതരങ്ങളോ ഇവർ തമ്മിൽ തെറ്റിയെന്നും അവർക്ക് അവിഹിതമുണ്ടെന്നും ഒക്കെ പച്ചയ്ക്ക് പറഞ്ഞ ഒരു വ്യക്തി ആണ് മല്ലു ഫാമിലിയിലുള്ള ആ മാന്യൻ. അദ്ദേഹം മുൻപ് പറഞ്ഞതാണ്, അന്ന് പിണങ്ങിപ്പോയ സമയത്ത്, ചേട്ടനുമായി പിണങ്ങിപ്പോയ സമയത്ത് ഞാൻ ചെയ്തതാണ്. 1 കൊല്ലം ആയി എന്നാണ് പറയുന്നത്.
ചേട്ടനുമായി പിണങ്ങിപ്പോയ ഉടനെ ഏതോ ഒരു ടീച്ചർ പറഞ്ഞു കൊടുത്തു, കൊച്ചു ഈ ഡിഗ്രി എടുക്കാനായിട്ട് ഇറങ്ങി നിന്നു. 1 ഇയർ ഡിപ്ലോമ കോഴ്സാണെന്ന് തോന്നുന്നു. അത് കുട്ടിക്കാറ്റി എടുത്തു, റാങ്കും കിട്ടി. ചേട്ടനുമായി തെറ്റി എന്ന് പറയുന്നത് തന്നെ കള്ളത്തരമാണെന്ന് ചേട്ടനും ചേട്ടത്തെയും കൂടെ പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അതവിടെ 1 വർഷമായിട്ടില്ല എന്ന് കമൻറ്റ് സെക്ഷനിൽ നിന്ന് കാണുന്നുണ്ട്. വസ്തുത എനിക്കറിയത്തില്ല, ശരിയായിരിക്കാം. ഇവർ തമ്മിൽ പിണങ്ങിയിട്ട് 1 വർഷമായോ? പിണങ്ങൽ നാടകം നടത്തിയിട്ട് 1 വർഷമായോ? ഇല്ല, വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. മിനിമം ഒരു 8 മാസമൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇത് ചെയ്തതെന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ കള്ളത്തരമാണ്. ഇച്ചിരിയൊക്കെ കൂർമ്മ ബുദ്ധി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇതൊക്കെ ഫേക്കാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്ക് വേണ്ടായോ? സോ 100% ഇതൊരു ഫേക്കായിട്ടുള്ള സംഗതി തന്നെയാണ്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്ത് പോഷത്തരം കാണിച്ചാലും അത് കാണാനും അതിനെ ഹൈ അടിക്കാനും അതിന് ഭയങ്കര ക്ലാപ്പ് കൊടുക്കാനും ഒക്കെ പോയി ഇരിക്കുന്ന മനുഷ്യർ ഇവിടെ ഉള്ളിടത്തോളം അവർ തുടർന്നും ഇത്തരം വൃത്തികേടുകൾ ചെയ്യുക സ്വാഭാവികമാണ്. നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനാകത്തില്ല. ഇനി ഒരു കാര്യം കൂടെ പറയാം. BSc തൊട്ട് BSc BA 1 ഇയർ ഡിഗ്രി കോഴ്സ് 1 ഇയർ ഡിപ്ലോമ കോഴ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ശ്രീനാരായണ യൂണിവേഴ്സിറ്റി. ഇത് സ്റ്റേറ്റ് ലെവലാണ് കേട്ടോ. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇഗ്നു പറയുന്നത്. ഈ 2 യൂണിവേഴ്സിറ്റിയും വാലിഡാണ്. ഓൺലൈനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഡിഗ്രി ഭയങ്കര വാലിഡാണ്. PSc എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി. PSc എഴുതാൻ പറ്റുന്ന, PSc ടെസ്റ്റിന് പോകാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രയോജനമാണ്. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാം എന്ന് പറയുമ്പോൾ ഇത്തരം ഫേക്ക് സാധനങ്ങളിൽ പോയി വീഴാതിരിക്കുക. സർട്ടിഫിക്കറ്റ് നമ്മൾ ഒരെണ്ണം എടുക്കുമ്പോൾ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം. 36,000 രൂപ കൊടുത്ത് 1 ഇയർ കൊണ്ട് ഈ മിടുക്കത്തി വാങ്ങിച്ചെടുത്തൊരു സർട്ടിഫിക്കറ്റിന് 10 എണ്ണം ഞാൻ ഫ്രീക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ഇതൊക്കെ എടുത്ത് വെച്ച് കാണിച്ചിട്ട് പിന്നെ ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന അവനെ പറഞ്ഞാൽ മതി. തിരുമോന്തയെ പറ്റി പറയാൻ എനിക്കൊന്നുമില്ല. അപ്പം ഇത്തരം ഏജൻസികൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയോ പോയി വീഴുകയോ പാടില്ല. പിന്നെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് സത്യത്തിൽ അത് അർഹിക്കുന്നു. കാരണം ഇത്രയും ഫേക്കായ ഒരുത്തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ മുട്ടി കയറി ഇരിക്കുന്നവർക്ക് അവൻ കൂടുതൽ കള്ളത്തരം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് കിട്ടി സന്തോഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ കൂടുതൽ അനുഭവിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ അവരുടെ വോയിസും അവരുടെ ഇതൊന്നും എടുത്തു വെച്ച് പ്ലേ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഈ ഫേക്കിനെ ഞാൻ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, മല്ലു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കൊച്ചാണ്, കാണാൻ നല്ല ചന്തൽ വളൊരു കുഞ്ഞുകളാണ്. 2 കുട്ടികളെയും കൊണ്ട് അവൻ കാണിക്കുന്ന ഫേക്ക് തരങ്ങളും ഇതും വിയർപ്പിൻ്റെ അസുഖമുള്ള ഒരു കൊണയാൻ. പിന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് കിട്ടും നമ്മൾ ഈ യൂട്യൂബൊക്കെ ചെയ്യുമ്പോൾ. ആളുകളുടെ വീക്ക് പോയിൻ്റാണ് അവൻ ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ ഫാമിലിയിലുള്ളത് കാണുന്നതിനേക്കാൾ അന്യ വീട്ടിൽ നടക്കുന്ന എന്തെന്ന് കാണാൻ കുലംകുശിതമായി ആഗ്രഹമുള്ള പിന്നെ നമ്മളുടെ മലയാളി പ്രേക്ഷകർക്ക് പറ്റിയ ഒരു ചാനലാണ് അത്. അവൻ രാവിലെ എഴുന്നേറ്റ് കുറ്റിയപ്പി ഇടുന്നു, അതിനെ ചന്തി കഴിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസാണ് അവൻ ഇടുന്നത്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് തീർച്ചയായിട്ടും പോയി കാണാം എന്നുള്ളതാണ് വസ്തുത. ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടൊരു സാധനമുണ്ട്. അവനെ കളഞ്ഞപ്പോഴാണ് അവർക്ക് പഠിക്കണമെന്ന ചിന്ത തോന്നിയത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് വേണമെങ്കിൽ ആളുകൾക്ക് അക്സെപ്റ്റൻസോട് കൂടി എടുക്കാവുന്ന ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും ഈ കോന്തൻ്റെ കൂടെ ഇരുന്ന് അവ ജമ്മത്ത് നന്നാവാനോ മുന്നോട്ട് പോകാനോ ചിന്തിക്കത്തില്ല. അപ്പോൾ അവളെ കളഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു അവസരത്തിൽ അവൾക്ക് പഠിക്കണമെന്ന് തോന്നി അവളൊരു ഡിഗ്രി എടുത്തു. അതിപ്പം വാല്യൂ ഉള്ള ഡിഗ്രി ആയാലും വാല്യൂ ഇല്ലാത്ത ഡിഗ്രി ആയാലും ഡിഗ്രി ഒരെണ്ണം അവൾ എടുത്താൽ കൊച്ചിന് അത് തോന്നിയാൽ അത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന ഫാമിലിയെ റോൾ മോഡലാക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ BSS എന്ന് പറയുന്ന സംഗതി ഒരു കാരണവശാലും വാലിഡ് അല്ല. പഠിക്കാം, നേരെ പോവും, പിന്നെ നല്ല പൈസയും പോവും. വിഷമം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല തൊഴിലുറപ്പിന് പോകുന്നതാണെന്ന് പറയാനാണ് എനിക്കിഷ്ടം. അത് നല്ല ശമ്പളമെങ്കിലും കിട്ടും. ഇത് പഠിച്ചിട്ട് പോയി ഉടനെ ആർക്കും ജോലി കിട്ടി, അവരാണ് എനിക്ക് സജസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ആ ജോലിയെ കിട്ടും. ഇങ്ങനെ കുറേ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇവർ പറയുന്നത് കൊണ്ട് ഇതിൻ്റെ കൂടെ അവരുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന കാൻഡിഡേറ്റ്സിന് എന്ത് വാല്യൂ ആണെന്ന് അറിയാമോ? സത്യം പറഞ്ഞാൽ ലോ ബജറ്റിൽ വർക്കേഴ്സിനെ കിട്ടുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യം കൊണ്ട് നടത്തുന്ന ഒരു പ്രത്യേക തരം സ്ഥാപനം എന്നതിനപ്പുറം BSS എന്ന ഏജൻസിക്ക് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും കൊടുക്കേണ്ടതില്ലെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ബിക്കോസ് നമുക്കിവിടെ പാരലായിട്ട് ഒരുപാട് സംഗതികളുണ്ട്. സോ അതൊക്കെ തന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നിരിക്കെ, എമൗണ്ടും കുറവെന്നിരിക്കെ ഗവൺമെൻറ് സെക്ടറുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇത്തരം ഏജൻസികൾ, ഇതും ഗവൺമെൻറ്റൊക്കെ തന്നെ, ഗവൺമെൻറ് അംഗീകൃതം തന്നെ, പക്ഷേ ഇത്തരം ഏജൻസികൾ ഫേക്കായി കുറേ സാധനങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചിറക്കുമ്പോൾ ആളുകൾ പോയി അതിനകത്ത് കമന്ന് വീഴുന്നൊരു സിനാരിയോ ഉണ്ട്. ഫേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ അത് വാലിഡ് അല്ല എന്നാണ് ഫേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിവാഹം കഴിക്കുന്ന പെണ്ണുങ്ങൾക്ക് വീട്ടിൽ ഉടനെ കുഞ്ഞുണ്ടാക്കി അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ടൈമിലേക്ക് പോകാതെ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ വീടുകളിൽ ഇരുന്നു കൊണ്ട് ഇതുപോലുള്ള
എഡ്യൂക്കേഷൻ നടത്തുന്നത് നല്ലതാണ്. അതേപോലെ വീടുകളിൽ ഇരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഗതികൾ ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. നമ്മളെപ്പോഴും ആക്റ്റീവായിരുന്ന നമ്മളും ആക്റ്റീവായി തന്നെ ഇരിക്കും. നമ്മൾ എനർജറ്റിക്കായി ഓരോ കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ ഹെൽത്താണ്, നമുക്ക് തന്നെ വെൽത്താണ്. അത്രയേ ഉള്ളൂ. പിന്നെ ഈ മല്ലൂർ ഫാമിലി സ്ഥിരമായി അവരുടെ കസ്റ്റമേഴ്സിന്, അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് സ്ഥിരമായി പറ്റിക്കുന്ന ഒരു സിനാരിയോണ് നമ്മൾ കുറേ നാളുകളായി കണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ കണ്ടുവന്നിട്ടും അവരെ വീണ്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. പോസിറ്റീവ് പബ്ലിസിറ്റിയും നെഗറ്റീവ് പബ്ലിസിറ്റിയും ഉണ്ട്. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്കാണ് കൺസേൺ ചെയ്യുന്നത്. അപ്പം ആ കോൺസെൻട്രേഷൻ അവരുടേതായ രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളതൊരു വസ്തുത. പക്ഷെ എന്നിരുന്നാലും ഇപ്പം ഞാൻ എന്താ ഈ ടോപ്പിക് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്കായിട്ടൊരു കാര്യം പ്രചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് വന്ന് പറഞ്ഞത്. ഇതിൽ ജോലിയൊക്കെ കിട്ടും. ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ലോ ബജറ്റ്, അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നവർക്ക് ലോ ബജറ്റിൽ ആളുകളെ കിട്ടും എന്നത് മാത്രമാണ് ഒരു പ്രത്യേകത. ഇതുകൊണ്ട് ഒരു നന്മയും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, പിന്നെ ഇതിനകത്ത് റാങ്ക് കിട്ടിയിട്ടും കാര്യമില്ല, ഇതിനകത്ത് വേറെ എത്ര ഉയർച്ച കിട്ടിയിട്ടും ഒരു വസ്തുതയില്ല എന്നുള്ളത് കൃത്യമായ കാര്യമാണ്. പിന്നെ ഹസ്ബൻഡ് ഇപ്പം ഞെളിഞ്ഞിരുന്നുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് കാണിക്കുമ്പം ഹസ്ബൻഡ് ഒരു കാര്യം പറയണ്ട, താങ്കളുടെ ഭാര്യ, അതായത് വൈഫ് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിൽ പോയിന്റാണ്. തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്തല്ല അവളിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന് പോയിട്ടുള്ളത്. താൻ ഇല്ല വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്താണ് ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ചിന്ത വന്നത്. ഈ ചിന്ത എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകണം. എപ്പോഴെന്നറിയാമോ? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഭർത്താവ് എന്നൊരു തോന്നൽ മാറ്റി നിർത്തി നമ്മളുടെ സപ്പോർട്ടറാണ്, നമ്മളുടെ പാർട്ട്ണറാണ് എന്ന കൺസിഡറേഷൻ പെൺകുട്ടികൾക്ക് വരുന്നിടത്ത് ഈ മടി മാറും. നിങ്ങൾ ജോലിക്ക് ഇറങ്ങും. ജോലി കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ ഭർത്താവ് എന്തിനാണ് ജോലിക്ക് പോകുന്നത്? അത് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾ എന്തിനും നിങ്ങളുടെ ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞു വിടുന്നു? അങ്ങേരെ വീട്ടിലിരുത്തി നിങ്ങൾക്ക് നോക്കിക്കൂടെ? നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചാലോചിച്ചൂടെ? അങ്ങേരെ ഞാൻ അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്താ ചെയ്യാത്തേ? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഒന്ന് സമൂഹം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു, അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. ഈ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ഉച്ചനീചത്വത്തിന് ഒരു കൺട്രോൾ ഉണ്ടാകും. നിങ്ങളും ഒരു ഏണിംഗ് മെമ്പർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്, നിങ്ങളെ അവഹേളിക്കുന്നതിന്, നിങ്ങളെ അടിച്ചിരുത്തുന്നതിനും ഒരു പരിധിവരെ ഒരു ശമനം ഉണ്ടാകും എന്നുള്ള വസ്തുത. മോസ്റ്റ്ലി നടക്കുന്ന വിവാഹ മോചനങ്ങളൊക്കെ തന്നെ ഭാര്യയ്ക്ക് ജോലിയുണ്ടായി, ഭാര്യയ്ക്ക് അധികാരമുണ്ടായി എന്നുള്ള കേസ് പറഞ്ഞിട്ടാണ്. ഭാര്യയ്ക്ക് അധികാരം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരുമായി ജീവിക്കുന്നതിൽ നല്ലത് ഡിവോഴ്സ് തന്നെയാണെന്നാണ് എൻ്റെയും അഭിപ്രായം. ഏതായാലും ഈ ഫേക്ക് ഫാമിലിയെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നവരും ആ ഫേക്ക് കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിനേക്കാൾ വലിയ ഫേക്ക് സംഗതി അവർ കൊണ്ടുവന്നിട്ട് കൊടുക്കട്ടെ. അതിനകത്ത് നമ്മൾ തർക്കിക്കാൻ പോകണ്ട. കീപ് ഗോയിങ്, ഒരു പ്രശ്നമില്ല. നല്ല കാര്യം കണ്ടിന്യൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നവരെ അവർ നല്ലൊരു കാര്യം പറഞ്ഞതായിട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയോ? ഇല്ല, കംപ്ലീറ്റ് ഫേക്കാണ്. പിന്നെയും നിങ്ങൾ അവരുടെ അത് പോയി കേട്ടുകൊണ്ടിരുന്ന അതൊരു ചർച്ചയ്ക്ക് എടുത്ത് എന്തിന് വെറുതെ സമയം പാഴാക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് വളരുന്ന കുഞ്ഞുങ്ങൾ അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു കുട്ടികൾ ഏത് അറ്റ്മോസ്ഫിയറിൽ വളരണം, എന്തൊക്കെ കണ്ട് വളരണം എന്നുള്ളത് തെളിവാണ് അത്. ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞുകൊണ്ട് അടിക്കാൻ വരല്ലേ, കണ്ടത് പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. ഇതിനേക്കാൾ കൃത്യമായി കാര്യങ്ങൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏതൊക്കെ ഏജൻസി, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ എഡ്യൂക്കേഷൻ അവൈലബിൾ ആണെന്ന് കൃത്യമായി വിവരണം പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അവർക്കൊക്കെ തുലവും തുച്ഛം വ്യൂ മാത്രമേ ഉള്ളൂ. കാരണം ബോധം വേണമെന്നുള്ളവർ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കും. അല്ലാത്തവർ ഇതുപോലുള്ള ഫേക്ക് സാധനങ്ങൾ പറയുന്നത് പോയി വായും കയറി നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് വസ്തുത. ഇനിയൊരു വിഷയമുണ്ട്. ഇതേപോലെ പ്രൊമോഷൻ കൊടുക്കുന്നവർക്ക് എന്താണ് പ്രശ്നം? ഈ പ്രൊമോഷൻ കേട്ട് ആരെങ്കിലും പോയി ഈ കോഴ്സിന് ചേർന്ന് ഇവർ പറഞ്ഞ രീതിയിൽ അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഈ പ്രൊമോഷൻ കൊടുത്തവർക്കെതിരെ ഇവർക്ക് കേസ് കൊടുക്കാം. നിങ്ങൾക്കുണ്ടായ നഷ്ടം ഈ പ്രൊമോഷൻ കൊടുത്തവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. അങ്ങനെ ഒരു നിയമം ആവശ്യമുണ്ട്. അതായത് ഇപ്പം ഞാനൊരു വിഷയത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്, ഇന്ന സാധനം കൊള്ളാം, എനിക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് ഇത്ര രൂപ ചിലവായി, എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇന്നടുത്ത് ജോലി കിട്ടി, അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ഇത്രയും കിട്ടും എന്നൊക്കെ നമ്മൾ പറയുമ്പം നിങ്ങൾ നമ്മളുടെ വാക്ക് കേട്ടാണ് പോകുന്നത് എങ്കിൽ അതിനുശേഷം നിങ്ങൾ പോയി ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾ ഇത് കിട്ടി, നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി കിട്ടിയില്ല, ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ലെന്ന് ഒരു 10 പേരുടെ അഭിപ്രായം എടുക്കുക. തീർച്ചയായിട്ടും ഇഷ്ടംപോലെ ആൾക്കാരിൽ നിന്ന് കിട്ടും. ഈ അഭിപ്രായവും കൊണ്ട് നിങ്ങൾ നേരെ പോയി ഒരു കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഇവർ ഫേക്കായിട്ട് ഇങ്ങനെ പ്രചരണം നടത്തിയത് കേട്ട് തെറ്റിദ്ധരിച്ച് എനിക്ക് ഇത്ര രൂപ നഷ്ടം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പരാതി കൊടുത്താൽ അവരെക്കാൾ ഉപരി ഈ പറയുന്ന പ്രൊമോഷൻ കൊടുത്തവരുടെ കയ്യിൽ നിന്ന് ഈ പണം കളക്ട് ചെയ്യാനുള്ള ഒരു നിയമം കൂടെ ഉണ്ട്. അപ്പോൾ ഈ പ്രൊമോഷൻ കൊടുക്കുന്നത് ചുമ്മാതെ അങ്ങ് പ്രൊമോഷൻ കൊടുത്ത് കളയരുത്. എന്ത് പ്രൊമോഷൻ ആയിരുന്നാലും, അപ്പോൾ നമ്മളൊരു ഷോപ്പിൻ്റെ പ്രൊമോഷൻ കൊടുത്താലും ഒരു ഫുഡിൻ്റെ പ്രൊമോഷൻ കൊടുത്താലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രൊമോഷൻ.
പ്രൊമോഷനിൽ അടങ്ങിയിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന ഒരു വലിയ വൃത്തികെട്ട സംഗതി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. മമ്മൂട്ടിയൊന്നും അധികം പ്രൊമോഷന് കിട്ടാത്തത് ഒരു പ്രാവശ്യം അങ്ങേർക്ക് പ്രൊമോഷന് കൂടെ ഒരു പണി കിട്ടിയത് കൊണ്ടാണ്. ഇന്ദുലേഖ സോപ്പ് തേച്ചാൽ നല്ല വെളുക്കുമെന്ന് പുള്ളിക്കാരൻ പറഞ്ഞാൽ, എന്താ കറുപ്പിനെന്താ കുഴപ്പം, വെളുത്തിരുന്നാലേ പറ്റുള്ളൂന്നുണ്ടാണ്. അത് ഒരു വശം. പക്ഷെ പുള്ളി പറഞ്ഞ വെളുപ്പ് ഒരാളെടുത്ത് വെച്ചിട്ട് അയാൾ അത് ഇന്ദുലേഖ സോപ്പ് വാങ്ങിച്ച് അറഞ്ചം പുറഞ്ഞം തേച്ച് നോക്കി, എവിടാ വെളുത്തില്ല. വെളുക്കാതിരുന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരെ കൊണ്ടുപോയി മമ്മൂട്ടിക്കെതിരെയാണ് കേസ് കൊടുത്തത്. കാരണം മമ്മൂട്ടിയാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്. മമ്മൂട്ടിയുടെ അടുത്ത് ആര് പറഞ്ഞു ഇന്ദുലേഖ സോപ്പിന് പ്രൊമോഷൻ കൊടുക്കാൻ? മമ്മൂട്ടി അത് അമിക്കബിളി സോൾവ് ചെയ്തു. അതായത് കോടതിക്ക് പുറത്ത് സെറ്റിൽമെൻറ്റ് ചെയ്തു, 10-35,000 രൂപ കൊണ്ട് കൊടുത്ത് സോൾവ് ചെയ്തു എന്നാണ് അറിയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് എനിക്കറിയാം, സോൾവ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. കേസ് പുള്ളിക്കാരൻ കൊടുത്തു എന്നുള്ളതാണ്. അത് ഇന്ദുലേഖ സോപ്പിനെതിരെയല്ല കൊടുത്തിരിക്കുന്നത്, പ്രൊമോഷൻ ചെയ്ത ആളിനെതിരെയാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഫാമിലിക്കെതിരെ കൊണ്ടുപോയൊരു പെറ്റീഷൻ കൊടുക്കുക. സിമ്പിൾ പരിപാടിയാണ്. അതോടെ തീർന്നോളും കുത്തിക്കഴപ്പ്. പ്രൊമോഷൻ എന്നുള്ളൊരു സാധനവും അങ്ങ് അടങ്ങി തീർന്നോളും. അത്രേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്യുക. നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പണിയുണ്ട്. ആ പഠിത്തത്തിരക്കുകൾക്കിടയിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിടുന്നത്. അതും ചൊറിഞ്ഞുകൊണ്ട് വരണ്ട. ഇനിയിപ്പം നീ എന്താ ചെയ്യുന്നത്, നീ എന്താ പ്രൊമോട്ട് ചെയ്യണം, നീ എന്താ പറയണമെന്നൊക്കെ ചോദിച്ചു വന്നാൽ ഈ കമൻറ്റ് ഇട്ടവർ ചെയ്ത അതേ പരിപാടി തന്നെയാണ് ഞാനും ചെയ്യുന്നതെന്ന് ചുരുക്കം. ദാറ്റ്സ് ഇറ്റ്. ഇതെപ്പോഴും എല്ലാവർക്കും എഴുതിയിടാൻ വയ്യാത്തത് കൊണ്ട് ഈ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ദയവേത് ചെയ്യണേ. താങ്ക് യു.